പോസ്റ്റ് ഓഫീസിൽ നമ്മളെ പാർസലൊക്കെ അയക്കുന്നതിൻ്റെ ചാർജ് കൂടിയതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എന്നെ ഇത് ബാധിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പോസ്റ്റലിൻ്റെ ഈ ഒരു ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ, അതായത് കോൺട്രാക്ച്വൽ ആയിട്ട് തന്നെയാണ് ഞാൻ പാർസൽ ബുക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വർധനവ് വന്നത്, അതായത് ഈ ഒരു റേറ്റ് കൂടിയത് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് മാത്രമാണ്. ഏകദേശം ഭയങ്കര കൂടുതലാണ് കൂടി കേട്ടോ. ഒരു ഏകദേശം 80% അടുത്ത് കൂടി. അത് ഭയങ്കര മോശമാണ്. ഒരു 10-15% ഒക്കെ ഒറ്റയടിക്ക് കൂട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 80%, 75-80% ഒക്കെ കൂട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഇതിനകത്ത് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറോട് ഈ ഒരു ഡെലിവറി ചാർജ് പറയുമ്പോൾ കസ്റ്റമർ തന്നെ അത് സമ്മതിക്കില്ല. അമ്മാൻ്റെ ഒരു കൂട്ടലാണ് കൂട്ടിയത്. അപ്പോൾ ഒരു മയത്തിലൊക്കെ ഒന്ന് കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്കിത് എന്ത് ബിസിനസ്, അതായത് ഈ ഒരു ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് 2 രീതിയിലാണ് കിട്ടുന്നത്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് പാർസൽ. രണ്ടും ചെയ്യണമെങ്കിൽ രണ്ടും ചെയ്യാം. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാർസലിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് അയക്കാനായിട്ട് പറ്റും, പാർസൽ അയക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ അതായത് നമ്മളൊരു ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ ഒക്കെ നമുക്കൊരു സ്വന്തമായിട്ടൊരു കസ്റ്റം പോർട്ടലൊക്കെ കിട്ടുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യും, വാലറ്റ് റീചാർജ് ആണ്. നമ്മളാ ഒരു ഇപ്പോൾ നിങ്ങൾ ബിസിനസ് പാർസലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ചെയ്യുന്നത്, അപ്പോൾ ഓരോന്നിനും ഓരോ വാലറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മളെ പേയ്മെൻറ്റ് റീചാർജ് ചെയ്തിടുക. നമ്മൾ ബുക്കിംഗ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഒരു വാലറ്റിൽ നിന്നാണ് കട്ടാവുക. നമുക്കത് മെയിലും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വരും. ലോ ബാലൻസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയാണ് സംഭവം. നമ്മൾ അയക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാനും, അതായത് ഫുള്ള് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ നമ്മൾ COD ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് വരിക നമുക്ക് ഇതിപ്പോൾ ഒരു 20,000 താഴെയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ പോസ്റ്റ് ഓഫീസിൽ തന്നെ ക്യാഷ് ആയിട്ട് കിട്ടും. എപ്പോഴും നമുക്കത് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 20,000 കൂടുതലാണ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ ചെക്കായിട്ട് തരും. ചെക്ക് നമ്മൾ മാറിയെടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തന്നെ ഈ ഒരു ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു പോർട്ടലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പോർട്ടലിൽ നമുക്ക് വേണമെങ്കിൽ സെൽഫ് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ബുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷിപ്പ് റോക്കറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി. നമ്മളെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് ഡീറ്റെയിൽസും GST ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ GST ക്രെഡിറ്റ് കിട്ടുക, ഞാനത് മെയിനായിട്ട് മാറാനുള്ളത്, നമ്മൾ റീറ്റെയിലായിട്ട് കസ്റ്റമറായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ GST കറക്റ്റ് ആവും. GST കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ പോസ്റ്റലിലെ ചാർജ് വരുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, GSTൻ്റെ ക്രെഡിറ്റ് അവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ സംഭവം ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മന്ത്ലി GST ക്രെഡിറ്റ് നമ്മളെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈയിടെയായിട്ട്. പക്ഷേ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ റേറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ റേറ്റ് വളരെ കുറവാണ്. അതും മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കേട്ടത്.